നമസ്കാരം. എന്തായിരിക്കാം മൂവരും ഒരുമിച്ച് മരണത്തെ വരിക്കാനുള്ള കാരണം? തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപിക ആര്യയും സുഹൃത്തുക്കളായ ദമ്പതിമാർ നവീനും ദേവിയും അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടതിലെ ദുരൂഹത ഇനി നീങ്ങിയില്ല. അരുണാചൽ പോലീസും കേരള പോലീസും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇവരുടെ ചില പ്രത്യേക വിശ്വാസങ്ങളാണ് കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് എത്തിച്ചേരാവുന്നത്. ബ്ലാക്ക് മാജിക് ആണെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുമില്ല. കോട്ടയം സ്വദേശികളായ നവീൻ, ഭാര്യ ദേവി, ദേവിയുടെ സുഹൃത്ത് ആര്യ എന്നിവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വ്യാജ അക്കൗണ്ടിൽ ഇവരെ ബ്ലാക്ക് മാജിക്കിനായി സ്വാധീനിച്ചിട്ടുണ്ടോ എന്നതാണ് സംശയം. മരണാനന്തര ജീവിതത്തിൽ 3 പേരും വിശ്വസിച്ചിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. മരിക്കാൻ അരുണാചൽ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുവെന്നും പോലീസ് അന്വേഷിക്കും. കൂടുതൽ അന്വേഷണത്തിനായി ഇറ്റാനഗറിലേക്ക് വട്ടിയൂർക്കാവ് പോലീസും ബന്ധുക്കൾക്കൊപ്പം പോകും. ദമ്പതിമാരുടെയും സുഹൃത്തിൻ്റെയും മരണകാരണം ബ്ലാക്ക് മാജിക് ആണോ എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാനായിട്ടില്ലെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു പറയുന്നത്. എന്നാൽ മരണം അസ്വാഭാവികമായാണ് തോന്നുന്നത്. ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനമെന്നും കമ്മീഷണർ പറഞ്ഞു. മരിക്കാൻ എന്തുകൊണ്ട് അരുണാചൽ തെരഞ്ഞെടുത്തുവെന്ന് അന്വേഷിക്കുമെന്നും മൊബൈൽ ഫോൺ അടക്കം വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇവർ 3 പേരും ഇന്റർനെറ്റിൽ തിരഞ്ഞതിന്റെ വിശദാംശങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മൂവരും തമ്മിൽ മൽപ്പിടുത്തമുണ്ടായ ലക്ഷണങ്ങളില്ലെന്നും അരുണാചൽ പോലീസ് പറയുന്നു. തിങ്കളാഴ്ച ഹോട്ടൽ മുറിക്ക് പുറത്ത് ഇവരെ കണ്ടിരുന്നില്ല. നവീന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പകർപ്പാണ് മുറിയെടുക്കുന്നതിനായി ഹോട്ടലിൽ ഇവർ നൽകിയത്. ഹോട്ടലുകാരും ഇവരെ തിങ്കളാഴ്ച കണ്ടിട്ടില്ല. മൃതദേഹങ്ങൾക്കരികെ ബ്ലേഡും മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. ബ്ലേഡ് ഞരമ്പ് മുറിക്കാൻ ഉപയോഗിച്ചതാകാമെന്നാണ് നിഗമനം. ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചാലേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. 3 പേരും ബ്ലാക്ക് മാജിക് വലയിൽ വീണുപോയതായി സംശയിക്കുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മരിച്ച ദമ്പതിമാർ ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്ന് സംശയിക്കുന്നതായി സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു. മരിച്ച ദേവിയുടെ ബന്ധുവാണ് സൂര്യകൃഷ്ണമൂർത്തി. പുനർജനി എന്ന ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു ഇവർ. മരണാനന്തര ജീവിതത്തിലായിരുന്നു ഇവരുടെ വിശ്വാസം. തിരുവനന്തപുരം പേരൂർക്കട വട്ടിയൂർക്കാവ് റോഡിലെ മേലത്ത് മേഖലയാണ് ആര്യ ബി നായരുടെ വീട്. മെയ് 6-ന് മറൈൻ എഞ്ചിനീയറുമായി വിവാഹം നിശ്ചയിച്ചിരുന്നതാണ്. ഇതിനിടയിലാണ് ഇടവക്കോട്ടെ ചെമ്പക സ്കൂളിൽ പോയ ആര്യയെ കാണാതായത്. രാവിലെ 7 മണിക്ക് സ്കൂളിലേക്ക് പോയ അധ്യാപിക രാത്രിയും തിരിച്ചു വന്നില്ല. ഇതോടെ അച്ഛൻ പരാതിയുമായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി. പിന്നാലെ ആര്യയുടെ സുഹൃത്തുക്കളായ നവീനും ദേവിയും കാണാതായ കാര്യം അറിഞ്ഞു. അരുണാചലിലേക്ക് വിമാനത്തിൽ പോയെന്ന സൂചന പോലീസ് കിട്ടി. ഇതിനിടയിലാണ് മരണവാർത്ത എത്തിയത്. മാർച്ച് 17-നാണ് കോട്ടയത്തെ വീട്ടിൽ നിന്ന് പോയതെന്ന് നാട്ടുകാരും പറയുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരോടും പറഞ്ഞിരുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. മന്ത്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനയിൽ ഇരുവരും അംഗങ്ങളായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. 13 വർഷമായി ഇരുവരും വിവാഹിതരായിട്ട് തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം. 2 പേരും ആയുർവേദ ഡോക്ടർമാരായിരുന്നു. തിരുവനന്തപുരത്ത് ക്ലിനിക്കൊക്കെയായി ജോലി നോക്കിയായിരുന്നു. കുറച്ചു നാളായി ജോലിയൊന്നും ഇല്ലാതെ ഇരുവരും ഇവിടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. നവീൻ്റെ മാതാവും പിതാവും തിരുവനന്തപുരത്ത് ജോലി ചെയ്തതിനാൽ ചെറുപ്പം മുതൽ നവീനും തിരുവനന്തപുരത്തായിരുന്നു. അവിടെ ആയുർവേദ കോളേജിലാണ് നവീൻ പഠിച്ചത്. അവിടെ വെച്ചാണ് ദേവിയുമായി പ്രണയത്തിലാകുകയും വിവാഹം കഴിയുകയും ചെയ്തത്. 13 വർഷമായി വിവാഹം കഴിഞ്ഞെങ്കിലും കുട്ടികൾ വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു ഇരുവരും. ആ ഒരു രീതിയിലേക്ക് ഇവരുടെ മനസ്സ് മാറിയിരുന്നു. ആ സംഘടന വഴിയാണ് അവർ അരുണാചലിലേക്ക് പോയതെന്നാണ് പറയുന്നത്. ദേഹം മുഴുവൻ വരഞ്ഞു മുറിച്ച് രക്തം വാർന്നാണ് മരിച്ചതെന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിലേക്ക് ഇവരുടെ മനസ്സിനെ മാറ്റിക്കാണുമെന്നും നാട്ടുകാർ പറയുന്നു. മരിച്ച നവീനും ഭാര്യ ദേവിയും പുനർജനിയിലെ അംഗങ്ങളായിരുന്നുവെന്ന് അയൽവാസി ഐപ്പും മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനി എന്നൊരു സംഘടനയുണ്ട്. അതൊരു സാത്താൻ സേവയോ അങ്ങനെ ഏതാണ്ടാണ്. അതിലെ അംഗങ്ങളാണ് ഇവർ. ആ സംഘടന വഴിയാണ് ഇവർ അരുണാചലിൽ പോയിരിക്കുന്നത്. ഇവരുടെ കൂടെ ഭാര്യയുടെ കൂട്ടുകാരിയുമുണ്ട്. ഇവരുടെ മൃതദേഹങ്ങളിൽ വരഞ്ഞ രീതിയിൽ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് മീനടം പഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ചൻ കിഴക്കിടവും പറഞ്ഞു. സുഹൃത്ത് വിളിച്ച് പറഞ്ഞതോടെയാണ് കാര്യം അറിയുന്നത്. മരിച്ച വ്യക്തി അത്ര പരിചയമില്ലെങ്കിൽ കുടുംബവുമായി നല്ല അടുപ്പത്തിലാണ്. ശരീരമാകെ വരഞ്ഞിരിക്കുകയാണ്. പുനർജനിയുടെ ഭാഗമായിട്ട് വരഞ്ഞതാണെന്നാണ് നിലവിൽ അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ രക്തം വാർന്നാണ് മരിച്ചിരിക്കുന്നത്. എത്ര ദിവസമായി മരിച്ചിട്ടെന്ന് ഒരറിവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നവീൻ്റെ പിതാവും മാതാവുമാണ് ഇപ്പോൾ കോട്ടയത്തെ വീട്ടിലുള്ളത്. പിതാവ് NA തോമസ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥനാണ്. മാതാവ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മാനേജറായിരുന്നു. ഒരു സഹോദരി നവീനുണ്ട്. മീനടം സ്വദേശികളായ നവീൻ, ഭാര്യ ദേവി, സുഹൃത്തും അധ്യാപികയുമായ ആര്യ എന്നിവരെയാണ് അരുണാചലിലെ തലസ്ഥാനമായ ഇറ്റാനഗറിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആര്യയെ കഴിഞ്ഞ മാസം 27 മുതൽ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നൽകിയ പരാതിയിൽ വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം നടത്തി വരവെയാണ് കൂട്ടമരണത്തിന്റെ വാർത്ത പുറത്തുവരുന്നത്. വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെയായിരുന്നു ആര്യയെ കാണാതായത്.